Download now. CC Learning app. ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു CC Plus. ഞാൻ നിത്യ മിസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്? എന്തിനെ പറ്റിയാണ്? ഡിവിസിബിലിറ്റി റൂൾസ് ആണ് അല്ലേ? ഡിവിസിബിലിറ്റി റൂൾസ് എന്താണ്? ഈ ഡിവിസിബിലിറ്റി റൂൾസിന്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, അതായത് ഇത് ഏതാ ഇയർ? 2026 ആണ് അല്ലേ? ഈ 2026നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? 3 കൊണ്ട് പറ്റുമോ? 4 കൊണ്ട് പറ്റുമോ? 6 കൊണ്ട് പറ്റുമോ? ഇതൊക്കെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് നോക്കിയെടുക്കാം? അതാണ് നമ്മൾ ഇന്ന് ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? പലർക്കും ഡൗട്ടുള്ള കാര്യമാണ്. ഒരു വലിയൊരു നമ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റുന്നില്ല, പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഫാക്ടർ ഏതാണ്, ഇന്ന നമ്പർ കൊണ്ട് അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ 1-to-1 ടീച്ചിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഇത് കാണുന്നുണ്ടാകും അല്ലേ? കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ കുറേ കുട്ടികൾ നല്ല മാർക്കോടെ തന്നെ പാസ്സായിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഉന്നത വിജയം കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ CCയോടൊപ്പം കയറി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അവധിക്കാലം ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ CCയോടൊപ്പം നിങ്ങൾ ചേരുക. നമ്മുടെ ഒരുപാട് ഫാക്കൽറ്റീസ് നിങ്ങൾക്കായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഉള്ള എല്ലാ ഡൗട്ടുകളും, അതായത് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പല സ്കൂളുകളിലും എന്ത് സ്റ്റാർട്ട് ചെയ്തു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള കാര്യം അറിയുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സഹായത്തിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 1-to-1 ട്യൂഷൻ മാത്രമല്ല, എന്തൊക്കെയുണ്ട്? നവോദയ എൻട്രൻസ് എക്സാം ഉണ്ട്, അതിന്റെ കോച്ചിങ് ഉണ്ട്. സൈനിക് യു സ്കൂൾ എൻട്രൻസ് എക്സാം ഉണ്ട്. 1-to-1 ട്യൂഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 10th CBSE ഓൺലൈൻ ബാച്ച്, ലാംഗ്വേജ് ലേണിങ്ങിനായിട്ടുള്ള പ്രത്യേകം എന്താ പറയാ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ള ഓർക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് CCയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നത്? CC Plusൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നത്? അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. CC Plusൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നത്? നിങ്ങളുടെ ഫോട്ടോയും നമുക്ക് ഇതുപോലെ എന്താണ് കുറെ ചിരിച്ച മുഖങ്ങളാണ് അല്ലേ? നമ്മുടെ മുത്തുമണികളാണിത്. എന്താണ്? നവോദയ CC Plus തൂത്തുവാരി ഈ കാണുന്നത് പോലെ നമ്മുടെ കുട്ടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടോ? ഇതിലൊന്ന് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതിലൊന്ന് നിങ്ങളുടെ മക്കളായിരിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ CC Plusന്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ഇനി ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് എന്ത് പഠിക്കാം? ഡിവിസിബിലിറ്റി റൂൾസ് പഠിക്കാം. ആദ്യം തന്നെ എന്താണ് by 2? എന്താണ്? അതായത് ഒരു നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാം? എങ്ങനെ ചെയ്യാം? ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ഈവൺ. ലാസ്റ്റ് ഡിജിറ്റ് എന്താവണം? ഈവൺ നമ്പർ ആകണം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതേതാ ഇയർ? 2026 ആണ് അല്ലേ? അപ്പൊ നമുക്ക് 2026നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതാണ് by 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തത്. എന്താണ്? 2026 by 2 ചെയ്യാൻ വേണ്ടി പറ്റുമോ? ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ഉദ്ദേശിച്ചത്, നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എന്ത് കിട്ടണം? 0 കിട്ടണം. ഓക്കെ, അതായത് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ പറ്റുമോ നോക്കണമെങ്കിൽ, അങ്ങനെ പറ്റുമെങ്കിലല്ലേ നമ്മളത് ഫാക്ടർ ആയി എന്ന് പറയാ. അപ്പോ 2026 ഈ അതിന്റെ ഫാക്ടർ 2 ആണോ എന്ന് നോക്കണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? നമ്മുടെ കയ്യിൽ ഏത് നമ്പർ ആണോ ഉള്ളത് അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈവൺ നമ്പർ ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഈവൺ നമ്പർ ആണോ നോക്കിയാൽ മതി. കൂടെ 0 ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, 0നെ നമ്മൾ സാധാരണ ഈവന്റെ ആ ഒരു ന്യൂട്രൽ ആണ്, എന്നാലും നമ്മൾ ഈവൺ നമ്പർ ആയിട്ടാണ് കണക്കാക്കുക അല്ലേ? അപ്പോ 0, 2, 4, 6, 8 ഇത് ലാസ്റ്റ് ഡിജിറ്റ് വരുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ്? നമ്മുടെ കയ്യിലുള്ള നമ്പറിനെ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് റിമൈൻഡർ 0 വരുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ അർത്ഥം എന്താ? 2 അതിന്റെ ഫാക്ടർ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ എടുത്തിട്ടുള്ള നമ്പർ ഏതാ? ഈ ഇയർ ആണ് അല്ലെ? എന്താണ്? 2026 ആണ്. 2026 അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ് അല്ലെ? 6 ആണ്. അപ്പൊ അത് എന്തിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്? അല്ലെങ്കിൽ 2 എന്തിന്റെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്? 2026ന്റെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത് എളുപ്പമാണ് അല്ലെ? നമുക്ക് അറിയുന്ന കാര്യമാണ്. 2 ഏത് നമ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും അതെന്താണ്? 2 അതിന്റെ ഫാക്ടർ ആണോ എന്നുള്ളത്. ഇനി 3 വരികയാണെങ്കിൽ എന്ത് വരികയാണെങ്കിൽ
3 വരികയാണെങ്കിൽ നോക്കാം. ബൈ 3 ഒരു നമ്പറിനെ ഏത് നമ്പർ തന്നെ എടുക്കാം? 2026. ഓക്കെ, 2026നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ 2026ന്റെ ഫാക്ടർ ആണോ 3? ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ എങ്ങനെ നോക്കാം? സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 3. എന്താണ് സം ഓഫ് ഡിജിറ്റ്? ഇവിടെ എന്താണ് 2026 സം ഓഫ് ഡിജിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക അല്ലേ? ആ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്താൽ 2 + 0 2 + 2 4 + 6 10 അല്ലേ? അപ്പൊ ആ കിട്ടുന്ന നമ്പർ 10 വീണ്ടും സം എടുക്കുക. 1 + 0 എന്ത് കിട്ടും? 1 + 0 എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ 1 + 0 നമുക്ക് 1 കിട്ടി. ഇനി ചോദ്യം ബൈ 3 ചെയ്യാൻ വേണ്ടി പറ്റുമോ? സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിലാണ് നമുക്ക് ആ വലിയ നമ്പറിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, പറ്റുമോ? പറ്റില്ലല്ലോ. സം ഓഫ് ഡിജിറ്റ്സ് എത്രയാ വന്നത്? 1 ഡിവിസിബിൾ ബൈ 3 ആണോ? അല്ല. അപ്പോ നമുക്ക് പറയാം 3 ഏതിന്റെ ഫാക്ടർ അല്ല? 2026ന്റെ ഫാക്ടർ അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ 2025 എടുക്കുകയാണെങ്കിൽ, ഓക്കെ, കഴിഞ്ഞ ഇയർ എന്തായിരുന്നു 2025, അതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയേ. 2 + 0 + 2 എത്ര വന്നു? 4 വന്നു. 4 + 5 എത്ര വന്നു? 9 വന്നു അല്ലെ? സം എത്ര വന്നു? 9 വന്നു. 9 ഡിവിസിബിൾ ബൈ 3 അല്ലേ? ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2025 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും? 3 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താ? 3 എന്ന് പറയുന്നത് 2025ന്റെ ഫാക്ടർ ആണ്. ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ? കാരണം നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ 2026ന്റെ ഫാക്ടർ ആണോ 3? അല്ല, പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ സം ഓഫ് ഡിജിറ്റ്സ്, ഇതിന് നമ്മളൊരു പേര് പഠിക്കാറുണ്ട് അല്ലേ? ഇനി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ കേട്ടോ, ഡിജിറ്റൽ റൂട്ട്. ഡിജിറ്റൽ റൂട്ട് എടുക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിന്റെ സം എടുക്കുക. നമുക്ക് തരുന്ന നമ്പർ എന്താണോ അതിന്റെ സം എടുക്കുക. സം എടുത്തിട്ട് നമുക്ക് വീണ്ടും എന്താണ് ഒരു ഡിജിറ്റിന് മുകളിലുള്ള നമ്പറാ കിട്ടുന്നതെങ്കിൽ അതിന്റെ സമ്മ് നമ്മൾ വീണ്ടും എടുക്കുക. ഇതിങ്ങനെ ആവർത്തിച്ച് പോകുക. ഏതുവരെ? നമുക്ക് ഒരു ഡിജിറ്റ് കിട്ടുന്നത് വരെ. അപ്പൊ ആ ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? ആ വലിയ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ആണ്? അടുത്തത് ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കണമെങ്കിൽ 2026 തന്നെ എടുക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 4 ആണോ നോക്കണം. ഇതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാ? 2ഉം 6ഉം ചേർത്ത് വായിച്ചാൽ 26. 26 ഡിവിസിബിൾ ബൈ 4 ആണോ? അല്ല. എന്നാല് 2028 അതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഏതാണ്? 2ഉം 8ഉം ചേർത്ത് വായിച്ചാൽ 28. 28 ഡിവിസിബിൾ ബൈ 4 അല്ലേ? അറിയില്ലേ? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 വരെയെങ്കിലും നിങ്ങൾക്ക് അറിയാലോ. അപ്പോ നമുക്ക് എന്താണ് പറയാൻ വേണ്ടി പറ്റുക? 2028നെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 4 ഫാക്ടർ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? എന്നാൽ 2026ന്റെ കേസിൽ പറ്റുമോ? ഇല്ല. കാരണം 26നെ 4 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ ആണ്? അടുത്തത് എളുപ്പമാണ്. ഡിവിസിബിൾ ബൈ 5 അറിയാലോ. ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ 5 വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? 5 കൊണ്ട്. 2026 പറ്റുമോ? 2026 പറ്റില്ല. 2027 പറ്റുമോ? പറ്റില്ല. 2025 പറ്റുമോ? പറ്റും അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വന്നിട്ടുണ്ട്? 5 വന്നിട്ടുണ്ട്. ഇനി 0 വന്നാലും ഇപ്പം 2000 ആണെങ്കിലോ 5 കൊണ്ട് പറ്റും അല്ലെ? അപ്പോ ആ രീതിയിലാണ് നമുക്ക് 5ൻ്റെത് നോക്കേണ്ടത്. 5ൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. ഓക്കെ, അടുത്തത് നമുക്ക് 6 ഡിവിസിബിൾ ബൈ 6 ആണോ എന്ന് എങ്ങനെ നോക്കാം? എന്ത് തന്നെ എടുക്കാം? 2026 തന്നെ എടുക്കാം. ഇത് ഡിവിസിബിൾ ബൈ 6 ആണോ നോക്കണമെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം? ഡിവിസിബിൾ ബൈ ബോത്ത് 2 ആൻഡ് 3 ആണോ നോക്കണം. എന്താണ്? ഇതേ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആയിരിക്കണം,
ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുക? ഡിവിസിബിൾ ബൈ 6 ആണെന്ന് പറയാൻ വേണ്ടി പറ്റുക. ഡിവിസിബിൾ ബൈ 2 നോക്കാൻ അറിയാലോ. എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 0യോ ഈവൺ നമ്പേഴ്സ് ഏതെങ്കിലും വരണം അല്ലെ. 2, 4, 6, 8 ലാസ്റ്റ് ഡിജിറ്റ് എന്തെങ്കിലും വരണം. 6 ഈ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ ഡിവിസിബിൾ ബൈ 2 ആണ്, ഓക്കെ ആണ് അല്ലെ. ഡിവിസിബിൾ ബൈ 3 ആണോന്ന് എങ്ങനെയാ നോക്കുക? നമ്മൾ അതിന്റെ ഡിജിറ്റൽ റൂട്ട് എടുത്ത് നോക്കണം. അതായത് സം ഓഫ് ഡിജിറ്റ്സ് എടുത്ത് നോക്കണം. 2 + 0 + 2 + 6 എത്ര വന്നത്? 10. 1 0 ആണ് 10ന്റെ ഡിജിറ്റ്സ്. അപ്പൊ 1 + 0 1 നോട്ട് ഡിവിസിബിൾ ബൈ 3 അല്ലേ? അപ്പൊ 3യുടെ കേസിൽ പോസിബിൾ അല്ല. അപ്പൊ ബോത്ത് 2 and 3 വന്നെങ്കിൽ മാത്രമേ നമുക്ക് 6 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. 2026നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ 3 കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും പറ്റില്ല? 6 കൊണ്ടും പറ്റില്ല. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു 4 ഡിജിറ്റ് നമ്പർ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഓക്കെ, അടുത്തത് എന്താണ്? ബൈ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 8 ആണോ നോക്കണം അല്ലെ. നേരത്തെ നമ്മൾ 4ന്റെ കേസ് എന്താ പറഞ്ഞത്? ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് പറഞ്ഞത്. ഇനി ബൈ 8 ആണെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 8 ആണോ നോക്കണം. 2026 ഇതിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഏതാണ്? 0, 2, 6. ഇത് ചേർത്ത് വായിച്ചാൽ 26. തൊട്ട് മുമ്പായിട്ട് 0 വന്നാൽ നമ്മളത് വായിക്കണ്ടല്ലോ. 26 ആണ്. ഓക്കെ, 26 ഡിവിസിബിൾ ബൈ 8 ആണോ? അല്ലല്ലോ. അപ്പോൾ 2026 പറ്റില്ല. ഇനി അടുത്തത് എന്ത് നമ്പർ നോക്കാം? അടുത്ത നമ്പർ 2020. ഒരു നമ്പർ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഏതാണ് നമ്പർ എന്ന് ചോദിച്ചാൽ ആ നമ്പർ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ നോക്കുകയാണ് 2024. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ചേർത്ത് വായിച്ചാൽ 24. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? യെസ്, പറ്റും അല്ലെ. 24 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 3498. ഇത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് എങ്ങനെയാ നോക്കുക? കമന്റ് ചെയ്യണേ. ഓരോ നമ്പറും എന്താണെന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യണേ. എന്താണ് ഈ ലാസ്റ്റ് 3 ഡിജിറ്റ് നോക്കുക? ഡിവിസിബിൾ ബൈ 8 ആണോ നോക്കണം. അതാണ് 8നുള്ള വഴി. കമന്റ് ചെയ്യണേ. അടുത്തത് 9 കൊണ്ട് പറ്റുമോ? ബൈ 9. സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 9 ആണ്. ഏതിന്റെ മെത്തഡാണ്? ബൈ 3യുടെ മെത്തഡ് ഉണ്ടല്ലോ. ഡിജിറ്റൽ റൂട്ട് നോക്കി ഡിവിസിബിൾ ബൈ 3 ആണോ നോക്കുമ്പോഴാണ് 3 കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അതേപോലെ ഡിജിറ്റൽ റൂട്ട് നോക്കിയിട്ട്, അതായത് സം ഓഫ് ഡിജിറ്റ്സ് നോക്കിയിട്ട് ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈ 9 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 2026 ഡിജിറ്റൽ റൂട്ട് നമുക്ക് എത്ര കിട്ടിയത്? 2 + 0 + 2 + 6 10 ആണ് കിട്ടിയത്. വീണ്ടും 1 + 0 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. 1 നോട്ട് ഡിവിസിബിൾ ബൈ 9 ആണ്. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു 3 ഡിജിറ്റ് നമ്പർ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റില്ലേ അല്ലേ? അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യുക. അടുത്തത് ഈസി ആണ്. 10 വരണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് തന്നെ ആവണം? 0 തന്നെ ആവണം. 2000, 4000 അല്ലെ, 40. അപ്പോൾ ലാസ്റ്റ് നമ്പർ 2250. ഇങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് 0 തന്നെ വരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡിവിസിബിൾ ബൈ 2 ആണോ ചെക്ക് ചെയ്യാൻ പഠിച്ചു. 3 ആണോ 4 ആണോ, അങ്ങനെ 10 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഗെയിം പോലെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കാര്യം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആയിട്ട് തരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 13/7/2013 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ജൂലൈ 13, 2013 നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നമ്പർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 0 മുതൽ 0 മുതലല്ല 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ ആണോ എന്നുള്ളത് ഒന്ന് നോക്കുക. നിങ്ങൾ എടുത്തിട്ടുള്ള, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ,
3 കൊണ്ട് പറ്റുമോ, അങ്ങനെ 10 വരെ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു രീതിയിൽ, അതാണ് നിങ്ങളുടെ നമ്പർ, ചെക്ക് ചെയ്യാനുള്ള നമ്പർ അതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ നമ്പറും പറ്റുമോ, by 2 yes or no, by 3 yes or no, അതൊന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആവശ്യമുള്ളതാണ്. കാരണം നമുക്ക് മാത്സ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത് തന്നെ നമുക്ക് അതിൻ്റെ എന്തറിയാത്തത് കൊണ്ടാണ്, ഇതുപോലുള്ള ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഡിവിഷൻ കാണാനുള്ള ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയും ഈ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് കാത്തിരിക്കുക, ഈ ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതുപോലെയുള്ള റിസൾട്ട്സ് നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു ഗെയിമായിട്ട് അങ്ങോട്ട് ചോദിക്കാം. ഞാനിപ്പോൾ കമന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഗെയിം പോലെ അങ്ങോട്ടേക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. ഡിവിസിബിലിറ്റി റൂൾസ് by 2, by 3, by 4, by 5, by 6, 8, 9, 10. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്, ഇവിടെ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ 1-to-1 ടീച്ചിങ് ആണ്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. 1-to-1 ടീച്ചിങ്, അതായത് നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നെങ്കിൽ നിങ്ങൾ ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ടാവാം. 2 പ്രാവശ്യം ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. 3-മത്തെ പ്രാവശ്യം ചോദിക്കാൻ നമുക്ക് എന്തായിരിക്കും, നമുക്ക് എന്ത് വരും, ഒരു നാണക്കേട് അല്ലേ? നമ്മുടെ കൂട്ടുകാരെന്ത് വിചാരിക്കും, ടീച്ചർ എന്ത് വിചാരിക്കും, ടീച്ചർക്ക് അതൊരു ഒരു അധിക പണിയാകുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് കയറി വരും അല്ലേ? എനിക്കുണ്ടായിരുന്നു മുമ്പൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഫ്രണ്ട് പറഞ്ഞു തരുന്നത് പോലെ പറഞ്ഞു തരാൻ ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. വെക്കേഷൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് ഇവിടെ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ICSE ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡിയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഫോളോ ചെയ്യുക, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും വീഡിയോകളിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.